രാജ്യത്തെ മൂന്നാമത്തെ ദേശീയ പാർട്ടി എന്ന നിലവരെയെത്തിയ BSPയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? 80 സീറ്റുകളുള്ള UPയിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന പാർട്ടി എത്ര സീറ്റുകൾ നേടും? ദളിത് ബഹുജൻ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഇത്രയും ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി BSPക്ക് മുമ്പോ പിന്നീടോ ഉണ്ടായിട്ടില്ല. ആ പാർട്ടിയുടെ അമരത്തിരുന്ന് 4 വട്ടം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ മായാവതി. ആദ്യം 3 തവണ BJP പിന്തുണയോടെയും 2007-ൽ തനിച്ച് ഭൂരിപക്ഷം നേടിയും മായാവതി ഉത്തർപ്രദേശ് ഭരിച്ചു. അധികാരത്തിലെത്താൻ സഖ്യങ്ങൾ മാറി പരീക്ഷിച്ചു. ഇത്തവണ ആരുമായും സഖ്യമില്ല. മായാവതിയും BSPയും തിരഞ്ഞെടുപ്പ് കളത്തിൽ തനിച്ചാണ്. BSPക്ക് പഴയ ശക്തിയില്ല. മായാവതിയെ വോട്ട് കട്ടർ എന്നാണ് ഇന്ത്യ സഖ്യം വിളിക്കുന്നത്. ശരിക്കും വോട്ടുകൾ ഭിന്നിപ്പിക്കുമോ മായാവതി? ഇത്തവണ മാർച്ചിൽ പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുന്നേ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും കളം നിറഞ്ഞിരുന്നു. അപ്പോൾ അസാന്നിധ്യം കൊണ്ട് ചർച്ചയായത് മായാവതിയാണ്. മായാവതി പൊതുവേദികളിലില്ല, പ്രസ്താവനകളില്ല, സമൂഹ മാധ്യമങ്ങളിലുമില്ല. പ്രിയപ്പെട്ട ബഹൻജിയെ കാണാതെ നിരാശരായ അണികൾ. എന്നാൽ ഏപ്രിൽ ആദ്യം മായാവതി റാലി നടത്തിയപ്പോൾ തന്ത്രങ്ങൾ പുതുക്കിപ്പണിതത് ഇന്ത്യ സഖ്യവും BJPയുമായിരുന്നു. ഇതുവരെ 80-ൽ 75 സീറ്റിലും BSP സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. 20 പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്ന്. മുസ്ലിം വിഭാഗം കൂടുതലുള്ള പശ്ചിമ UPയിലും കിഴക്കൻ UPയിലുമാണ് ഈ തന്ത്രം. മാത്രമല്ല, ജാതി വിഭാഗങ്ങളുടെ സ്വാധീനമനുസരിച്ചാണ് മറ്റിടങ്ങളിലും സ്ഥാനാർത്ഥി പരിഗണന. ഇതിനാലാണ് മായാവതിയെ വോട്ട് കട്ടർ അഥവാ വോട്ട് ഭിന്നിപ്പിക്കുന്നവരെന്ന് SP കോൺഗ്രസ് സഖ്യം പറയുന്നത്. BSPയുടെ മുഴുവൻ സിറ്റിംഗ് MPമാരെയും മുതിർന്ന നേതാക്കളെയും മാറ്റിയാണ് പുത്തൻ പരീക്ഷണം. 2 ഉദാഹരണങ്ങൾ. കിഴക്കൻ UPയിലെ അസംഗഡിൽ പിന്നോക്ക മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സബീഹ അൻസാരിയാണ് സ്ഥാനാർത്ഥി. പശ്ചിമ UPയിലെ മുസഫർ നഗറിൽ പ്രജാപതി സമുദായത്തിൽ സ്വാധീനമുള്ള ദാരാ സിംഗ് പ്രജാപതിയും. SP കോൺഗ്രസ് സഖ്യത്തിനാണ് മായാവതിയും BSPയും വലിയ തലവേദനയാകുക എന്നാണ് വിലയിരുത്തൽ. 2 തരത്തിലാണ് അത് ബാധിക്കുക. 1, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരെ നിർത്തുന്നത് മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കും. 2, പഴയ സ്വാധീനമില്ലാത്തതിനാൽ മായാവതിക്കൊപ്പം ഉണ്ടായിരുന്ന ദളിത് വോട്ടുകൾ ചിതറി BJPയിലേക്ക് എത്തും. ദളിത് വോട്ടുകൾ കൂടുതലും BJPക്ക് കിട്ടുമോ? 2014-ൽ ദളിത് വോട്ടുകളിൽ 24% BJPക്കായിരുന്നു. 2019-ൽ അത് 33% ഉയർന്നു എന്നാണ് സർവേ. 2009 മുതൽ തന്നെ BSPയുടെ ദളിത് പിന്തുണയിൽ ഇടിവുണ്ടായി. ഒന്നാമത്തെ കാരണം അഴിമതി ആരോപണങ്ങൾ. ദളിത് വിഭാഗങ്ങൾക്കിടയിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നില്ലെന്ന് ജാതി വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വിമർശനമുയർന്നു. 2007-ൽ ബ്രാഹ്മണ യാദവ ഇതര OBC വിഭാഗങ്ങളെ ഒപ്പം കൂട്ടിയുള്ള മായാവതിയുടെ പരീക്ഷണങ്ങളും വോട്ട് ഭിന്നിക്കാൻ ഇടയായി. ये जो छोटे छोटे संगठन बने हैं, छोटी छोटी पार्टियां बनी हैं, इनका कोई मकसद चुनाव जीतना नहीं है. इनका मकसद BSP का जो बेस वोट है, दलित वोट, उसको बांटकर तो BSP के कैंडिडेट को हराना है. രാഷ്ട്രീയമായ നിലനിൽപ്പിന് മായാവതിക്ക് ശക്തരായ എതിരാളികൾ മാത്രമല്ല തടസ്സം. ചന്ദ്രശേഖരന്റെ ആസാദ് സമാജ് പാർട്ടി BSP ശക്തി കേന്ദ്രങ്ങളിൽ സാന്നിധ്യമാകുന്നത് കൂടിയാണ്. നഗീനയിലാണ് ചന്ദ്രശേഖരന്റെ മത്സരം. മായാവതി ആദ്യമായി ലോക്സഭയിലെത്തിയ ബിജ്നോറിലും ആസാദ് സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ദളിത് യുവാക്കളിൽ ചന്ദ്രശേഖരന് വലിയ സ്വാധീനമുണ്ട്. അതിനെ മറികടക്കാൻ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി മായാവതി പ്രഖ്യാപിച്ച ആകാശ് ആനന്ദ് ഇവിടങ്ങളിൽ സജീവവുമാണ്. 2019-ൽ SP-യോട് സഖ്യം ചേർന്നായിരുന്നു മായാവതിയുടെ മത്സരം. UPയിൽ 10 സീറ്റ് BSPക്ക് നേടാനായതും അതുകൊണ്ടാണ്. എന്നാൽ 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 403 സീറ്റിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് BSPക്ക് ജയം. പിന്നെ മായാവതി സജീവമായില്ല. ഇപ്പോഴും അഴിമതി കേസുകളിൽ EDയും മറ്റ് കേന്ദ്ര ഏജൻസികളും മായാവതിയെ നോട്ടമിടുന്നുണ്ടെന്നാണ് അണിയറ വർത്തമാനങ്ങൾ. ഇക്കുറി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ മായാവതി ശ്രമിക്കാതിരുന്നതും ഈ പേടികൊണ്ടാണ്. 2009-ന്റെ തുടക്കത്തിലാണ് ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ പൊതുതെരഞ്ഞെടുപ്പ്. അന്ന് ലക്നൌവിന്റെ തെരുവുകളിൽ ഏതാനും ബാനറുകൾ ഉയർന്നു. ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി, മായാവതിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള സമയമാണെന്ന്. ഇതായിരുന്നു ആ ബാനറിൽ. അമേരിക്കൻ മാഗസിൻ ന്യൂസ് വീക്കിൽ മായാവതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ തുടക്കവും ഇങ്ങനെയായിരുന്നു. അത്ര പണ്ടൊന്നുമല്ലല്ലോ 2009. അന്ന് പ്രധാനമന്ത്രിയാകാൻ വരെ സ്വാധീനമുണ്ടെന്ന് വിലയിരുത്തപ്പെട്ട നേതാവാണ് മായാവതി. എന്നാൽ 2024 എത്തുമ്പോൾ UPയിൽ 1 സീറ്റെങ്കിലും കിട്ടുമോ എന്ന ആശങ്കയാണ് BSP നേതൃത്വത്തിനും അണികൾക്കും. പാർട്ടി നേതൃസ്ഥാനം മരുമകൻ ആകാശിനെ ഏൽപ്പിച്ചെങ്കിലും അതിജീവനം ഇപ്പോഴും വെല്ലുവിളിയാണ്.